മെയിൻ കോഴ്സിൽ നല്ല അടിപൊളി ബീഫ് ദം ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ ദം ബിരിയാണിയും ഒക്കെ ഉണ്ടായിരുന്നു. വെജ് സെക്ഷനിൽ ബട്ടർ പനീറും കൂടെ തന്നെ വെജിറ്റബിൾ പുലാവും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഇവന്റിന്റെ A to Z കാര്യങ്ങൾ വളരെ ഗ്രാൻഡ് ആയിട്ട് തന്നെയാണ് ഇവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങളുടെ സ്പെഷ്യൽ ഇവന്റ്സും വളരെ അഫോർഡബിൾ റേഞ്ചിൽ കളറാക്കാൻ വേഗം കോൺടാക്ട് ചെയ്തോ നമ്മുടെ ഏതൻ കിച്ചൺ കാറ്ററിംഗ് സർവീസ് ആൻഡ് ഇവന്റ്സ് എരമല്ലൂരിനെ. പനേപ്പിള്ളി 8ാം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ TM മുഹമ്മദ് മെമ്മോറിയൽ കേരള ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു. പനേപ്പിള്ളി 8ാം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ കൊച്ചുണ്ണി മാസ്റ്റർ പാർക്കിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച TM മുഹമ്മദ് മെമ്മോറിയൽ ഓൾ കേരള 5 ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെയാണ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. CPIM കൊച്ചി ഏരിയ സെക്രട്ടറി PS രാജം ഉദ്ഘാടനം ചെയ്തു. മദ്യത്തിനെതിരെയും മയക്കുമരുന്നിനെതിരെയും ഫുട്ബോളാണ് ലഹരി എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ കൊച്ചിക്കകത്ത് 40 വർഷക്കാലം നിറഞ്ഞു നിന്ന് നിറസാന്നിധ്യമായി നിന്നുകൊണ്ട് പ്രവർത്തിച്ച സഖാവ് TM മുഹമ്മദിന്റെ നാമധേയത്തിലാണ് ഈ എവർ റോളിംഗ് ടൂർണമെന്റ് നടത്തുവാനായിട്ട് സനൽമോൻ മുന്നോട്ട് വന്നത്. എന്തുകൊണ്ടും സനൽമോനെ അഭിനന്ദിക്കുകയാണ്. കൗൺസിലർ J. സനൽമോൻ അധ്യക്ഷത വഹിച്ചു. അടിച്ചമർത്തൽ എന്നുള്ള രീതിയിലല്ല, ഒരു അവയർനെസ് ആണ് നമുക്ക് വേണ്ടത്. ഇന്ന് ഇവിടെ TM മുഹമ്മദിന്റെ പേരിൽ, സഖാവ് TM മുഹമ്മദിന്റെ പേരിൽ ഒരു എവർ റോളിംഗ് ട്രോഫി കൊടുക്കുന്ന അതിന്റെ ഉദ്ഘാടനം നടത്തി പ്രസംഗിച്ചപ്പോഴും അതിൽ 2 വ്യക്തിത്വങ്ങളും കൂടി അതിന്റെ ഒപ്പമുണ്ട്. ഞങ്ങളുടെ സുഹൃത്തായ പ്രസാദ് ആന്റണി, അതുപോലെ തന്നെ സാബു PS ജോസഫ്. അപ്പൊ ഈ വ്യക്തികളുടെ പേരിലും ഇവിടെ ഒരു ട്രോഫി കൊടുക്കുകയാണ്. ലോഷി സേവ്യർ, മധു, വിനു, സജിൽ, ഹിനു, സുമേഷ് എന്നിവർ പ്രസംഗിച്ചു. ചുള്ളികൾ ടിപ് ടോപ്പ് അസീസ് ഗ്രൗണ്ടിൽ 12, 13, 14 തീയതികളിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.